On many occasions concerning this generation, in my term, there's a generation. ഈ ജനറേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ യേശു എവരി ജനറേഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. In the words of Lord Jesus Christ, ഈ generation speaks about every generation. അതൊരു പ്രത്യേക പ്രായപരിധിയിൽപ്പെട്ടവരെയോ അല്ലെങ്കിൽ പ്രത്യേക കാലഘട്ടം ജീവിക്കുന്നവരെയോ അല്ല കർത്താവ് ഉദ്ദേശിച്ചു. The Lord does not speak about the people belonging to a particular dispensation, particular generation, particular age group. ഈ ജനറേഷൻ അവരുടെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരു തലമുറയുടെ മനോഭാവം, അവരുടെ സ്വഭാവം, അവരുടെ തീരുമാനം എന്നിവയാണ് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഈ generation expanded to every generation, speaking about their approach, their attitude, their lifestyle, their mental outlook. കർത്താവ് പരാമർശിച്ച ഈ വാക്കുകളെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചില കാര്യങ്ങൾ ചിന്തിച്ച് സ്വയപരിശോധന ചെയ്ത് തിരുത്തേണ്ടതായിട്ടുണ്ടാകും. When a meditates on this particular statement highlighted by the Lord, we have to introspect ourselves, rectify ourselves, correct ourselves, mend our ways. ഇന്ന് മീഡിയ സാധാരണ ഉപയോഗിക്കുന്ന ഈ ജനറേഷൻ എന്ന പ്രായപരിധിയിൽപ്പെട്ടവരെ ആയിരിക്കുകയില്ല, പിന്നെയോ എല്ലാ പ്രായത്തിൽപ്പെട്ടവരെയും എല്ലാ കാലഘട്ടത്തിൽപ്പെട്ടവരെയും ഈ പ്രയോഗം ഉൾപ്പെടുത്തുകയാണ്. The present generation, simply it is not the generation. All generations, people belonging to all age groups include all these electronic devices. ക്രിസ്തു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു മടങ്ങിപ്പോക്കിനാണ് ഈ വചനങ്ങൾ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. May these words help us not to make a homecoming according to expectation of Christ. ആദ്യമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കും. Let us move on to Matthew's Gospel, read chapter 2, verses 43 to 45. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പത്തേതിനും വല്ലാതെയാകും. ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ഒരു സംഭവത്തിന് ശേഷം പറഞ്ഞ ശേഷം യേശു പറയുകയാണ് ഈ ദുഷ്ട തലമുറ. After narrating an incident, Lord Jesus says, the present wicked generation. പ്രിയരെ, നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമായി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 3 തരത്തിൽ കൈകാര്യം ചെയ്യാം. Beloved people of God, if you own a house, in 3 different angles you can handle it. ഒന്നുകിൽ നിങ്ങൾ അതിൽ പാർക്കുന്നു, either you be abiding, അല്ലെങ്കിൽ മറ്റൊരാൾ പാർക്കുവാനായി നിങ്ങൾ അവർക്കത് വിട്ടുകൊടുക്കുന്നു, or you are lending to someone. മൂന്നാമത് ആരും പാർക്കുന്നില്ല, അത് ഒഴിച്ചിടും. Third one is quite uninhabited. നിങ്ങൾക്ക് എൻ്റെ വീട് സംബന്ധിച്ച് ഇങ്ങനെ ആയിരിക്കാവുന്ന വരികിലും നമ്മുടെ ഹൃദയം സംബന്ധിച്ച് ഒരിക്കലും ഇങ്ങനെയല്ല. Touchy house, although this is common, concerning the heart, it is quite uncommon. നമ്മുടെ ഹൃദയവും ഒരു വീടാണ്. Our heart is also a house. ഹൃദയമായ വീടിനെ നമുക്ക് ഒരിക്കലും ഒഴിച്ചിടാൻ സാധ്യമല്ല. We can never keep our heart, the house, empty. അത് ആർക്കും പാർക്കാൻ വിട്ടുകൊടുക്കാതെ പൂട്ടി സൂക്ഷിക്കുവാനും കഴിയുന്നത്. Again, you cannot lock it without giving anybody to dwell there. ഒന്നുകിൽ അവിടെ ദൈവം പാർക്കും, അല്ലെങ്കിൽ അവിടെ ദുഷ്ട ആത്മാക്കൾ കയറി പാർക്കും. Either God will dwell there, or evil spirits will infiltrate and dwell there. പക്ഷേ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ പാർക്കുമ്പോൾ നിങ്ങളുടെ സമ്മതത്തോടെ തന്നെയല്ല, പൂർണ്ണ സമ്മതത്തോടെ അതിൽ പാർക്കുകയുള്ളൂ. As Christ dwells in our heart, with a perfect acceptance only, we can dwell there. യമോസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ. We read of the disciples who went to Emmaus. അവര് സംസാരിച്ചു പോകവേ യേശു അദൃശ്യനായി അവരോട് ചേർന്ന് ഒരു മനുഷ്യനെ പോലെ സഞ്ചരിച്ചു. During the course of the conversation, Lord Jesus Christ invisibly joined them and engaged in conversation with them. ഒരു വഴിയാത്രക്കാരനെന്നേ അവർ കരുതിയുള്ളൂ. സംഭാഷണമെല്ലാം തീർന്ന് വീടെത്തിയപ്പോൾ ഈ വ്യക്തി മുൻപോട്ട് പോകുവാൻ ഭാവിച്ചു എന്നാണ് വായിക്കുന്നത്. They thought he was also a passerby. As the conversation was over, those people reached the destination that they thought he continued. പോയി എന്നല്ല, മലയാളത്തിൽ പോകുവാൻ ഭാവിച്ചു. അതിനർത്ഥം പോകണം എന്ന ഉദ്ദേശത്തോടുകൂടി അല്ല, ഇവർ എന്നെ ക്ഷണിക്കുന്നെങ്കിൽ എന്നവരോട് പാർക്കുക, ക്ഷണിക്കുന്നില്ലെങ്കിൽ ഞാൻ മുൻപോട്ട് പോകും. It is not he went, he attempted to go, which means they invite me, I will join them, otherwise I proceed. ഈ ശിഷ്യന്മാരെ പറഞ്ഞത്
താങ്കൾ എന്തിനാണ് ഈ വൈകുന്നേര സമയത്ത് തനിയെ പോകുന്നത്? ഇന്ന് രാത്രി ഞങ്ങളോടുകൂടെ The പാർക്കാമല്ലോ. disciples asked him, why are you keeping along and going forward this evening? Tonight you can spend with us. ആ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ച് അന്ന് രാത്രിയിൽ യേശു അവരോടുകൂടിയായിരുന്നു. With all joy, Jesus accepted that invitation and he spent the night there. പ്രിയരെ, യേശു ഒരിക്കലും നമ്മുടെ ഹൃദയ കഥക് തള്ളി തുറന്ന് ചവിട്ടി പൊളിച്ചൊന്ന് അകത്ത് കയറുമെന്ന് പ്രതീക്ഷിക്കേണ്ട. Beloved people of God, do not think that Lord Jesus Christ shall badly your heart, push it open, and all by himself by force he will dwell there. മനസ്സോടെ സന്തോഷത്തോടെ ഹൃദയവാതിൽ നന്നായി തുറന്നു കൊടുത്ത്, യേശുവേ നീ എന്നോടുകൂടെ വസിക്കണമേ, നിനക്ക് മാത്രമാണ് ഹൃദയത്തിൽ ഇടമെന്ന് പറഞ്ഞാൽ തീർച്ചയായും യേശു എന്ന് വസിക്കും. Willingly, wittingly, spontaneously, if you open your heart to Jesus, welcoming, oh Jesus, come and dwell in me, indeed he shall dwell in thee. പക്ഷെ ദുരാത്മാക്കൾ ഒരിക്കലും ഇങ്ങനെയാണ്. But the evil spirits quite different. They are trespassers. അവര് അതിക്രമിച്ചകത്ത് കടന്നു കളയും. വിളിക്കാനും നിൽക്കണ്ട, ക്ഷണിക്കാൻ നിൽക്കേണ്ടതില്ല. They are quite trespassers. They will enter by force. You cannot control them. അതുകൊണ്ട് ഹൃദയത്തെ സംബന്ധിച്ചും ഈ ദുരാത്മാക്കളെ സംബന്ധിച്ചും നാം വളരെ ജാഗ്രതയായിരിക്കും. Therefore, concerning the hearts, touching the evil spirits, we must be in all vigilance. ഒരിക്കൽ ഒരു മനുഷ്യനിൽ ഒരു ദുഷ്ടാത്മാവ് കടന്നു. ആ ദുഷ്ടാത്മാവിനെ പുറത്താക്കുവാൻ ഒരു വ്യക്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. Once the evil spirit entered a man, and the person started praying him that the evil spirit might be cast out. ആ യുവനക്കാരന് വെളിപ്പെട്ട ദുരാത്മാവിനോട് പ്രാർത്ഥിച്ച വ്യക്തി ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവരിൽ കടന്നത്, എന്തിനാണ് കടന്നത് എന്ന് ചോദിച്ചു. The man who prayed for that evil spirit man, he asked him, how have you entered him? What for have you entered him? ഇന്ന സ്ഥലത്ത് ഒരു ആത്മഹത്യ നടന്ന ഒരാൾ മരത്തിൽ തൂങ്ങി മരിച്ചു. ആ മൃതദേഹം ഇറക്കുന്നതും പോലീസ് വരുന്നതും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും ഇയാൾ ഇങ്ങനെ വഴിയെ നോക്കി നിൽക്കുകയായിരുന്നു. At a particular point, a person hanged to death. This man was observing the whole scene. Police came, and the dead body was brought down. Postmortem was also done. He was watching the whole scene. ദുരാത്മാവ് പറഞ്ഞു, എന്റെ ഡ്യൂട്ടി തീർന്നു, ഞാൻ ഒരാളെ നരകത്തിൽ എത്തിച്ചു, ഇനി എനിക്ക് ഡ്യൂട്ടി ഇല്ലാതെ വളരെ ഫ്രീ ആയി ഒരു മരക്കൊമ്പിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. The evil spirit said that I accomplished my mission. One person has been driven unto hell. Now I am free and take a rest on the branch of a tree. അപ്പോഴാണ് നാടൻ ഭാഷയിൽ ഇവനെ അവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നത്. ഞാൻ അവരുടെ ഹൃദയത്തിലേക്കും കടന്നു. അത്ര Simply speaking, he was a simpleton. He was simply watching, and therefore the devil entered. ശ്രദ്ധിക്കണമേ, ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, യേശുവിനെ ക്ഷണിക്കണം, ദുരാത്മാവിനെ ക്ഷണിക്കണ്ട, അവൻ കടന്നു കയറും. I already warned you, please invite Jesus. Do not invite evil spirits, he will trespass. പ്രിയമുള്ളവരെ, ഒരു ക്രൈം, ഒരു ദുഷ്ടത, ഒരു പാപം നേരിട്ട് അത് ചെയ്തില്ലെങ്കിലും അത് മീഡിയയിൽ കാണുന്നതും വലിയ അപകടകരമാണ്. Even though personally, with your practical experience, you do not commit a crime, you get an offense. No matter if you watch it, see it, that amounts to committing sin. ഇന്ന് സെൽഫോണുകളിൽ, നെറ്റിൽ ഒക്കെ പലവിധമായ ക്രൈം, കൊലപാതകം ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്, മോഷണം ചെയ്യുന്നത്, അതുപോലെ അസാന്മാർഗിക പ്രവൃത്തി ചെയ്യുന്നത് കാണുന്ന ഒരു തലമുറയുണ്ട്. In mobile phones, in nets and other connected devices, there's a present generation enjoying crimes, murders, abominable activities, wickedness, cruelties, and other connected things. ചിലർ ചോദിക്കുന്നു, ഞാനിതൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഒന്ന് കാണുന്നതേ ഉള്ളൂ, അതൊക്കെ ഒന്ന് കേൾക്കുന്നുള്ളൂ, അത് അത്ര വലിയ ദോഷമാണ്. Sometimes you may think that I do not commit anything, simply watching, simply hearing, is it a great offense? ഒരു തലമുറ ചോദിക്കാറുണ്ട്, സിനിമ ഒരു കലയല്ലേ, അതൊന്ന് കണ്ട് ആസ്വദിക്കുന്നതിൽ എന്താണ് തെറ്റ്? Then the generation asks, movie, is it an art? Simply enjoying it, is it a crime? ഒരു സ്ത്രീയിൽ ഒരു ദുഷ്ടാശക്തി പ്രവേശിച്ചു, അത് ആരാധന ഹാളിൽ വെളിപ്പെട്ടു. An evil spirit entered a woman during the sermon was underway in the hall that revealed out. നിന്റെ ജോലി എന്താണ്? ദുരാത്മാവിനെ ചോദിച്ചപ്പോൾ, അനേക യുവാക്കളെ വഴിതെറ്റിച്ച് പാപത്തിൽ വീഴിക്കുന്ന ജോലി ഞാൻ അനേക യുവാക്കളെ വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. It was asked the evil spirit, what is your profession? This is a response, I perverted many youngsters and they are trapped into sin. നിനക്ക് ഇത്രയും പേര് എങ്ങനെയാണ് വശീകരിക്കാൻ സാധിക്കുന്നു ചോദിച്ചപ്പോൾ, എന്റെ നോട്ടം കൊണ്ടും എന്റെ നടപ്പിന്റെ രീതി കൊണ്ടും എന്ന് പറഞ്ഞു. How are you able to entice, attract many people? The response of the evil spirit is by my sight and by my gesture. എന്നാണ് അത് എങ്ങനെയാണെന്ന് കാണിച്ചാട്ടെന്ന് പറഞ്ഞപ്പോൾ, ആ ദുരാത്മപ്രകൃതിയായ സ്ത്രീ പ്രത്യേക സ്റ്റൈലിൽ നോക്കി പ്രത്യേക രീതിയിൽ കുണുങ്ങി സദസ്സിൽ നടന്നു കാണിച്ചു. Come on, demonstrate it
Now this particular woman who was possessed with evil spirit, a particular movement, particular gesture, particular action, particular posture was demonstrated there. ശ്രദ്ധിക്കണമേ, സിനിമ നടിക്കുന്നവർ, നാടകം അഭിനയിക്കുന്നവർ, നൃത്തം ചെയ്യുന്നവർ, ലോകത്തിൽ പല കല എന്ന പേരിൽ കാര്യങ്ങൾ ഏർപ്പെടുന്ന പലരും അനേകരെ വഴിതെറ്റിക്കാനുള്ള പിശാചിന്റെ ഏജന്റുമാരാണ്. Beloved people of God, please be attentive. Actors, dancers, dramatists, people who engage different kinds of acts in the name of art, they are nothing but the devices of the devil in order to pervert the younger generation. ഓരോ ദോഷപ്രവൃത്തിയും കേവലം ഒരു മനുഷ്യൻ ചെയ്യുന്നില്ല, ആ പ്രവൃത്തിയുടെ പിന്നിൽ ഒരു ദുരാത്മാവാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. Every wicked work is not perpetrated by a human being, but an evil force behind it, which is a driving force that compels this person to commit the crime. ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ളതായ തിന്മകൾ ഒന്നുകിൽ നിങ്ങളൊരു വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അത് ഓഡിയോ നിങ്ങൾ കേൾക്കുകയോ ചെയ്താൽ ആ പ്രവൃത്തിയുടെ പിന്നിലുള്ളതായ ദുരാത്മാവിന് നിങ്ങളുടെ മേൽ അധികാരം ഉണ്ടാകും. All the names of the evils which you just highlighted, perhaps you may not commit personally. If you hear that one in the video, in the movie, in the mobile, if you simply watch it, hear it, that evil spirit may enter you. ഇങ്ങനെയുള്ളതിൻ്റെ വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ നിങ്ങളുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കേവലം ആ വിഷയം മാത്രമല്ല അതിൻ്റെ പിന്നിലെ പിശാചിനെ കൂടെ ഹൃദയത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണ്. വളരെ ജാഗ്രതയായിരിക്കും. Such video and audio clippings as you download in even devices and gadgets, bear in mind, this not is simply the events of the pictures, the evil spirits, the devil that is behind it, that is downloaded, naturally he comes into your heart. അടുത്ത കാലങ്ങളിൽ ചർച്ചാ വിഷയം ഏതാണ്? ബ്ലൂ വെയിൽ എന്ന ഒരു വീഡിയോ. You know that blue whale, the game that has become a controversial in the present time. എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് പഠിപ്പിക്കുകയും അതിൻ്റെ ഓരോ സ്റ്റെപ്പും കഴിഞ്ഞ് അവസാനം വരുമ്പോൾ അതിൽ പറയുന്ന വ്യക്തിയുടെ ആജ്ഞ അനുസരിച്ച് ഒരു അബോധ മനസ്സിൽ ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു അതീവ ദുഷ്ടശക്തി പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വീഡിയോ ആണ് ബ്ലൂ വെയിൽ. Blue whale is the most wicked, most vicious, driving evil force that teaches younger generation as to how to commit murder, has to commit suicide gradually, and finally this evil spirit is taking that viewer into that suicide note. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളാണ് ഭൂരിപക്ഷവും. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു, ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിലൂടെ തെറ്റായ കാര്യങ്ങൾ കാണരുത്. Most of us is a congregation of believers. Let me remind you, through an electronic device or medium, please do not watch, do not hear anything that is vicious or wicked. എനിക്കിതോടെ പറയുന്നത് ലജ്ജാകരവും ഞാൻ പറയുന്നു, എങ്കിലും ഒരു അഭിമാനത്തോടെ പറയുന്നു. ഒരു വിശ്വാസി തുറന്നേറ്റു പറഞ്ഞു, ശനിയാഴ്ച രാത്രി പോലും ഞാൻ തെറ്റായ ചിത്രങ്ങൾ കാണാറുണ്ടെന്ന്. It is shameful to say it, but still we thought let me tell you, one believer openly made a confession. Even Saturday night I watched pornographic pictures. എന്നൊരു ചോദ്യം, അങ്ങനെ എല്ലാം കണ്ടും കേട്ടും ഇരുന്നവർ ആരാധനയ്ക്ക് വരുമ്പോൾ ഈ പിശാചുകളെല്ലാം കൂട്ടിക്കൊണ്ടുവരികയാണ്. അവിടെ ആരാധനയിൽ എന്ത് വിടുതലുണ്ടാകും, എങ്ങനെ ആത്മീയ അന്തരീക്ഷം ഉണ്ടാകും? Now the question is, people who have been watching and enjoying all these vicious things, they come to attend the service, they draw all the evil spirits and forces in order to see what is going on there. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ വെള്ളവസ്ത്രം ധരിച്ചാൽ ബൈബിൾ കൈയെടുത്താൽ പിശാചിന് ഓടി നിൽക്കുന്ന ചില ആളുകൾ കൊണ്ട് തലയണയടിയിൽ വേദപുസ്തകം വെച്ചാൽ പിശാച് ഓടി നടക്കുന്ന നമ്മളെക്കാളും വേദപുസ്തകം മനപ്പാഠം സാത്താൻ അറിയാം. അങ്ങനെയൊന്നും പേടിക്കത്തില്ല. Please do not misunderstand, as some people think that we hold the copy of the Bible, put on a white robe, keep the copy of the Bible under the pillow. The devil is not going to be chased away. The devil knows the content of the Bible more than I and you know. ഞാൻ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ആരാധന നടത്തുമ്പോൾ ഒരു യുവനക്കാരൻ കാത്തിരിപ്പിയോഗത്തിന് വന്നു. പിന്നീട് അവൻ്റെ കൂടെ വരുന്ന ദുഷ്ടശക്തി വെളിപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവനോടുകൂടെ വന്നു, ഇവൻ അകത്ത് കയറിയപ്പോൾ ഞാൻ ഗേറ്റിന് ഇവിടെ വെയിറ്റ് ചെയ്തു. ഇവൻ ആരാധകൻ വെളിയിൽ വരുമ്പോൾ അവനെ ഞാൻ കൊണ്ടുപോയി. ഞാനാണ് അവനെ കൊണ്ടു നടക്കുന്നത്. Years ago, in a tarrying meeting conducted at a particular place, a young man came and attended the meeting. When the meeting was underway, the evil spirit that possessed that boy that came out, that he shouted that I came to the meeting along with him. I kept myself outside the gate. Once the meeting is over, he will come out and accompany him thereafter. കൃപയാൽ അന്ന് ആ കാത്തിരിപ്പയോഗത്തിൽ 2 യൗവനക്കാർ ആത്മാവിൽ ആരാധിക്കുകയും ഒരു യൗവനക്കാർ അറബി ഭാഷയിൽ സംസാരിക്കുകയും ബന്ധനപ്പെടുകയും ആ പിശാച് യൗവനക്കാരനെ വിട്ടുപോവുകയും സുബോധമുള്ളവനായി തീരുകയും. By the grace of God, 2 youngsters attended the same night tarrying meeting.
both got filled with the power of the Holy Spirit of God. One young man spoke in the Arabic tongue, and whereby this young man was completely delivered of the evil spirits. യേശു പറയുന്നു, ഈ മനുഷ്യന്റെ ഹൃദയം ഒഴിഞ്ഞിടക്കുന്നത് കണ്ടപ്പോൾ 8 ദുരാത്മാക്കൾ അതിൽ കയറി പാർത്തു. Here Jesus says that as the heart of this young man is empty, 7 plus 1, 8 evil spirits came and dwelt to me. ഈ ദുഷ്ട തലമുറയുടെ പിമ്പിലത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വഷളായിരിക്കും, മോശമായിരിക്കും. The latter state of this generation, the present generation, shall be worse than the first one, the former one. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ 2 ഭാഗമുണ്ട്. Beloved people of God, there are 2 sides of our life: മുമ്പിലത്തെ സ്ഥിതിയും പിൻപിലത്തെ സ്ഥിതിയും. the former and the latter stages. ചില മാതാപിതാക്കന്മാർ മക്കളെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. Some parents used to tell about their children. അവളുടെ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. During the prime of his days, her days, she or he was not different. ബൈബിൾ വായിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, കുടുംബ പ്രാർത്ഥന സംബന്ധിക്കുമായിരുന്നു, ആരാധനയിൽ താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. He used to read the Bible, he used to attend the family prayer, he used to sing in the presence of God, he used to be obedient, but now everything is far off. അനുസരണം ഉണ്ടായിരുന്നു, ദൈവഭയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു ഇപ്പോൾ ആത്മാനിറവുമില്ല. There was obedience, there was a God-fearing nature, got the power of the Holy Spirit of God, but that experience is missing now. അതിനർത്ഥം എൻ്റെ മകളുടെ മുമ്പിലത്തെ സ്ഥിതിയല്ല പിന്നത്തെ സ്ഥിതി. Which implies the latest stage of my child is worse than the former one. യേശു പറയുന്നു, ഈ ജനറേഷന്റെ ദുഷ്ട തലമുറയുടെ പിമ്പിലത്തെ സ്ഥിതി മുമ്പിലത്തേതിലും മോശമായിരിക്കും. Here Jesus makes it clear, the latest stage of the generation shall be worse than the former. ഈ രാത്രിയിൽ ഞാൻ പ്രായഭേദമെന്ന് ചോദിക്കുന്നു, നമുക്ക് സ്വയപരിശോധന ചെയ്ത് എൻ്റെ ജീവിതത്തിന്റെ മുമ്പിലത്തെ സ്ഥിതിയും ഇപ്പോൾ സ്ഥിതിയും എങ്ങനെയിരിക്കുന്നു? Tonight, without a distinction as to age, let me ask you, introspect ourselves, examine ourselves and say, what would my past and the present? എനിക്ക് മുമ്പുണ്ടായിരുന്ന നന്മയായ വശങ്ങൾ ഇന്നില്ല എന്ന് എത്ര പേർക്ക് കുറ്റബോധമുണ്ട്? How many have a sense of loss, the past experience which are full of virtues now wanting? ഞാൻ മുൻപ് നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് പ്രാർത്ഥനയില്ല. Formerly, I used to pray diligently, but now that's missing. മുൻപ് കഴിയുമെങ്കിൽ ഞാൻ ആരാധന ഏറ്റവും മുൻപിൽ കാണുമായിരുന്നു, ഇപ്പോൾ കഴിയുമെങ്കിൽ പുറകിലാണ്. Forward to the most possible level, I used to attend meetings, being at the forefront, but now at the rear front. ആരാധനയ്ക്ക് കൃത്യമായി പോകും, കഴിയുമെങ്കിൽ അല്പം നേരത്തെ പോകും. ഇപ്പോൾ ഞാൻ താമസിച്ചു തന്നെയാണ് സ്ഥിരം പോകും. Formerly, I used to be regular at the meetings. I used to report before time, on time, but now getting delayed. ബൈബിളും മറത്ത് ചേർത്ത് പിടിച്ച് അഭിമാനത്തോടെ പോയിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ ബൈബിളും അങ്ങനെയൊന്നും കൊണ്ട് നടക്കാറില്ല. I used to embrace the Bible, and this is a token of my honor and proud, but now I used to cover it up. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ വന്ന് ബൈബിളും സെൽഫോണിനകത്തോട്ടൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. അത് മതി പോലും. And getting delayed now, it has been kept in the self, and then they are satisfied with the same. ഫ്രീ ഹാൻഡ് ആയിട്ട് വരിക, ബൈബിൾ മൊബൈൽ സെൽഫോൺ അങ്ങോട്ട് വെക്കുക, പ്രസംഗം തുടങ്ങുമ്പോൾ എൻ്റെ കുത്തിയിട്ട് അതിലെ ബൈബിൾ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, അത്ര. Coming to the meeting without the copy of the Bible, keep the mobile phone, press it, and listen to the meeting, that's all. എൻ്റെ പൊന്നു സ്നേഹിത, എൻ്റെ പൊന്നു സഹോദര, ഈ ഒരു ബൈബിൾ കണി കാണാൻ കഴിയാതെ ആ ജീവനെ വിട്ട് എത്ര പേര് ഈ ലോകത്തിൽ ഉള്ളപ്പോൾ നിനക്ക് വരിക സുലഭമായി കിട്ടിയ ദൈവത്തിന്റെ വചനത്തെ മാർവോട് ചേർത്ത് പിടിച്ച അഭിമാനമായി നീ എൻ്റെ മകനെ നീ ലോകത്തൂടെ നടക്കുന്നത് കാണണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് പറയട്ടെ. My beloved friends, most affectionate brother, when a copy of the Bible is cursed in some remote part of the world, people pass away for the sake of the name of Jesus Christ. Plenty of copies are freely available here, and you are reluctant, you are feeling ashamed of holding the copy of the Bible. Let me tell you, Lord Jesus Christ is willing, concerning you, to hold the copy and praise His name. തിരുവനന്തപുരത്ത് വൃദ്ധനായ ഒരു പിതാവിനെ അറിയാം. അദ്ദേഹം വന്ന് ഈ ബൈബിളിങ്ങനെ രണ്ടുകൂടെ ഒരു കുഞ്ഞിനെ ഒരു അമ്മമാരോട് ചേർന്ന് ഒരു കെട്ടിപ്പിടിച്ച് ദൈവസ്ഥലിൽ ഇരുന്ന ആത്മാവ് പറഞ്ഞ് കാണുമ്പോൾ ഞാൻ അനേകരുടെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. I know an elderly father in Trivandrum, he used to hold the copy of the Bible, embrace it himself,
and his charity is get filled with the power and the love of God. Really, I was overflowing in my heart. വാടകത്തിൽ ഒരു കോക്കാട് അമ്മയുണ്ടായിരുന്നു. ഒരു കൊച്ചു പുതിയ ആരോഗ്യം എടുത്ത് കൊണ്ടു നടന്നു. പക്ഷേ മരിക്കുമ്പോഴേയും ഇതിലൊരു വാക്യം പോലും വായിക്കാൻ അക്ഷരാഭ്യാസമില്ല. പക്ഷേ ഒറ്റ മീറ്റിങ്ങിനും ആ കൊച്ചു വസ്തു കൊണ്ടുവരാതിരിക്കുകയും. At Pas.Jacob there was a mother and a New Testament copy was offered by someone. She used to hold the copy. Of course, she was illiterate. She couldn't read. Till the last month, she was holding that fast. ഒരു പ്രിന്റഡ് ബുക്കായി ലഭിച്ചിരിക്കുന്ന ഈ പുസ്തകം ഇന്ന് കയ്യിലെടുത്ത് മാർബോട് ചേർത്ത് പിടിച്ച നീ അഭിമാനത്തോടെ നിന്റെ പിതാവിനെ കുറിച്ചും സ്വർഗീയ കുടുംബത്തെ കുറിച്ച് അഭിമാനത്തോടെ റോഡിൽ കൂടെ നടക്കുമ്പോൾ നിന്റെ ആ നടപ്പ് മാത്രം മതി അനേകരെ യേശുവിലേക്ക് നയിക്കും. This book that is given in my hand as a printed copy, we hold that with your breast. We just walk through the doors, just bear that as a symbol, as an icon of honor. The heavenly God shall be happy over you, and whereby many people shall be attracted unto the love of Lord Jesus Christ. എനിക്ക് കോട്ടയത്ത് ഹെമർലി ഫീസ്റ്റ് ചേർച്ചിൻ്റെ മുൻപിൽ ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ അക്രൈസ്തവരായ ആളുകൾ ഓരോ ഈ 2 മിനിറ്റിലും വരുന്ന ബസ്സുകളിൽ 15-20 പേര് ഇറങ്ങിയിട്ട് അവർ വേദപുസ്തകം മാറത്തടിക്ക് പിടിച്ചു പോകുന്ന കാണുമ്പോൾ അവരുടെ മറ്റു ബാഹ്യമാറ്റമൊന്നും വന്നിട്ടില്ല. കാതങ്ങനെയുണ്ട്, കഴുത്തങ്ങനെയുണ്ട്, ഡ്രസ് അങ്ങനെയുണ്ട്, ഒട്ടുകൊണ്ട് എല്ലാം അങ്ങനെ തന്നെ. പക്ഷേ ഇതും പിടിച്ചുകൊണ്ട് നടന്നകത്തോട്ട് പോകുന്നവർ എൻ്റെ കണ്ണെന്ന് പറഞ്ഞു, കർത്താവേ, ഇങ്ങനെ ഒരു കാഴ്ച കാണത്തക്കവണ്ണം ഒരു പ്രവൃത്തി ദേശത്ത് നടക്കുന്നതിൽ ഞാൻ അത്ര നന്ദിയുള്ളവനായിരിക്കുന്നു. Whatsoever is passing through Kottayam, before the heavenly church, the buses will come there once in every 2 minutes. Some 15 or 10 people would alight from that one. They will hold the copy of the Bible with the breast. They will praise God, shed tears. On seeing this sight, I was really praising God. My eyes were overflowing with tears on the ground that, oh Lord, you have given permission to this part of the land to hold the copy and praise you. നമ്മുടെ മുമ്പിലത്തെ സ്ഥിതി ഇല്ലെന്നോ ഇപ്പോഴത്തെ സ്ഥിതി മോശപ്പെട്ടെന്ന് വരികയിൽ പറയട്ടെ, ഈ ദുഷ്ട തലമുറയിൽ യേശു പറഞ്ഞത് നമ്മളെക്കുറിച്ചാണ്. If the present state is worse than the former states, the reference Lord Jesus Christ had given is concerning as only. മുൻപുണ്ടായിരുന്ന നന്മയില്ല എന്നത് ഒരു വശം. 2, മുൻപ് ഇല്ലായിരുന്ന തിന്മകൾ എനിക്കുണ്ടെന്ന് എത്ര പേർക്ക് തോന്നുന്നു? The virtue which I had in the past that is missing now. The vice I had, even now I cling on. How many feel so? പണ്ട് ആരാധനയ്ക്ക് പോയാൽ ഞാൻ ശ്രദ്ധയോടെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാറുണ്ട്. In the time past when you started the meeting, I used to be very attentive, but now I am sluggish. മുമ്പ് അങ്ങനെ ആരും ഒരു കുറ്റവും കുറവും മറ്റോട് പറയുന്നു എനിക്കത് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. ഇപ്പം ഞാനത് കുറേ കേട്ടുകൊണ്ടിരിക്കും, ഞാനും ചേർന്ന് ബാക്കി പറയും. In the time past I was not finding fault with others. Now I have become a slander monger. മുൻപൊക്കെ എനിക്കൊരു ക്ഷമാശീലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കാലത്തൊക്കെ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. In time past I had the spirit of patience, but now I am short-tempered, huffy and touchy. ഒരു ദോഷമായ ചിത്രമോ തിന്മയായ കാര്യമോ യാദൃശ്യമായി കണ്ടാൽ ഞാൻ ഉടനെ അതങ്ങ് മാറ്റിക്കളയുമായിരുന്നു, ഞാൻ നോക്കത്തില്ലായിരുന്നു. ഇപ്പം അതൊക്കെ കാണാനുള്ള ഒരു താല്പര്യം എന്തോ എൻ്റെ ജീവിതത്തിൽ. In the time past, inadvertently, if I come across about an abominable picture, a vulgar scene, an obscene conversation, I used to ignore, just to draw away my attention. But now I have the intention to listen to and watch. എന്താണെന്ന് പറഞ്ഞുകൂടാ, പണ്ടൊക്കെ ഉപയോഗിക്കാത്തതായ നിലവാരമില്ലാത്ത വാക്കുകൾ, ദൈവമക്കൾക്ക് ചേരാത്ത വാക്കുകളൊക്കെ ചിലപ്പോഴമായി എന്നൊക്കെ അങ്ങ് വരുന്നു പോവുകയാണ്. എന്നു മുതലായി ഞാനിങ്ങനെ മാറിയെന്ന് എനിക്ക് അറിയുന്നില്ല. In the time past, I used to utter unparliamentary language, but I do not know how that change is taking place. ഞാൻ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരു ചോദ്യം, എനിക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു വിടുതൽ ആവശ്യമുണ്ടെന്ന് എത്ര പേർക്ക് പറയാം? I am not willing to allow it. I would like to pose a question unto you. How many want to be delivered of the present pitiable plight? പ്രിയ യൗവനക്കാരെ, മാതാപിതാക്കളെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, Beloved youngsters, parents, Sunday school teachers. എൻ്റെ കുട്ടിക്ക്, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ഒരു വിടുതൽ ആവശ്യമുണ്ട് എന്ന് മറ്റുള്ളവർക്കായും അല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഈ ദുഷ്ടതലമുറ എന്നത് നിലയിൽ നിന്ന് ഒരു വിടുതൽ വേണമെന്ന് എത്ര ഒരു താല്പര്യം. From this wicked generation in my life, I want to have a deliverance. I want deliverance for my Sunday school students. I want deliverance for my child. How many have the desire? അങ്ങനെയെങ്കിൽ ഇപ്പോൾ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. If so, we are going to collectively pray now. എല്ലാവർക്കും വേണ്ടിയില്ല, വിടുതൽ വേണ്ടിയവർക്ക് മാത്രം പ്രാർത്ഥിക്കാൻ പോകും. Not for all those who need a deliverance only, we are going to pray. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം.
Shall we pray so? നമ്മുടെ വലതുകരം വിടുതൽ ആവശ്യമുള്ളവർ മാത്രം വലതുകരം ഉയർത്തിപ്പിടിക്കും. Those who need deliverance, please lift up the right hand. ദൈവമേ, ദൈവമേ, Oh God, ഞാൻ അറിയാതെയും അറിഞ്ഞും എന്നിൽ പ്രവേശിച്ച ദുഷ്ടശക്തികൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടു പോകട്ടെ. knowingly, unknowingly, evil powers which could enter me, in the name of Jesus, right now, let them be dispelled. സന്ദർഭവശാലും മനഃപൂർവമായും ഞാൻ കണ്ടും കേട്ടുമുള്ള ദോഷപ്രവൃത്തികളാൽ എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ ദുരാത്മാക്കൾ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വെളിയിൽ പോകട്ടെ. Deliberately and unwillingly, all the evil things which I heard, which I spoke, which I watched, entered in my life. In the name of Jesus, let them be cast out right now in the name of Jesus. ആവശ്യബോധത്തോടുകൂടെ വായ് തുറന്ന് ആത്മാർത്ഥമായി വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ ഒരു ദുഷ്ടശക്തിയുടെ ഹൃദയത്തിൽ പുറത്തു പോകും. With a sense of urgency, deliberately, we confess and we pray, this evil power is going to depart your conscience. ഒരു വിടുതലിന്റെ അടയാളം ഒരു പുതിയ അഭിഷേകമാണ്. It is a new anointing, it's a sign of deliverance. ആ അഭിഷേകത്തിലേക്ക് വന്നിട്ട് ഇനി മേലാൽ ആ ദുരാത്മാക്കളുടെ ഉള്ളിൽ പ്രവേശിക്കാതെ വന്നാൽ എന്റെ ഹൃദയത്തിന്റെ വാതിലുകളെ, നിന്റെ കണ്ണുകളെ, നിന്റെ കാതുകളെ ദൈവത്തിന്റെ ആത്മാവ് സൂക്ഷിക്കാൻ തുടങ്ങുകയാണ്. This anointing shall come into your heart, that is to preserve your eyes, preserve your mind, preserve your heart, preserve your ears, for all these evil powers to take control of you. ശക്തികളെ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകും. In the name of Jesus, all dark forces, get out of your heart. നല്ല ദുരാത്മാക്കളും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. In the name of Jesus, let every evil power go out of your heart. ശരീരത്തിനും ആത്മാവിനും ദേഹിയിലും യേശുവിന്റെ തീയായുള്ള നാമത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. In the name of Jesus, for the authority and power, there's for deliverance in the body, in the soul, and in the spirit. അനുവാദമില്ലാതെ അതിക്രമിച്ച അകത്ത് കടന്ന എല്ലാ ദുഷ്ടാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ പുറത്താകട്ടെ. All the wicked forces which have trespassed into our heart, inhabited them, in the name of Jesus, let them be driven out. എന്റെ ഹൃദയത്തിൽ നിന്ന്, എന്റെ മകന്റെ ഹൃദയത്തിൽ നിന്ന്, മകളുടെ ഹൃദയത്തിൽ നിന്ന്, എന്റെ വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകും. In the name of Jesus, from my heart, to the heart of my daughter, to the heart of my son, to the heart of all the beloved ones, let it be driven out. ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ സംസ്കൃത വിദ്യാർത്ഥിയിൽ നിന്ന് എല്ലാ ദുരാത്മാക്കളും യേശുവിന്റെ ഇപ്പോൾ തന്നെ പുറത്തു പോകും. In the name of Jesus, let all the wicked forces be dispelled from the hearts of Sunday school children who may educate. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സഭയിലെ ദൈവജനത്തിന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിരിക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ പുറത്തു കിടക്കൂ. All the wicked forces, without my permission, that have trespassed in the hearts of the believers in my church, in the name of Jesus, get out. ദൈവാത്മാവേ വരിക. Oh, Spirit of God, come upon us. പരിശുദ്ധാത്മാവേ വന്ന് ഹൃദയത്തെ അധികാരം ഏറ്റെടുക്കുക. Oh, Holy Spirit, take control over our heart. ഇനിമേലാൽ ആ ദോഷത്തിലേക്ക് തിരിയാതെ വണ്ണം എന്നേക്കും കാത്തുകൊള്ളുക. Whatever preserve us, whereby we must not turn into wickedness anymore. ഞാനൊരു ദുഷ്ടതലമുറയായി കാണപ്പെടരുത്. I must not be seen as a wicked generation. എന്റെ പിന്നിരുന്ന സ്ഥിതി മുമ്പതിനേക്കാൾ മോശമായിട്ടല്ല, ഞാതിയേക്കാൾ അവസാനം അതിമഹത്താക്കി തീർക്കണമേ. That is, it should not be worse than the former, that should be better than the former. എന്റെ മക്കളുടെ, എന്റെ സഹോദരങ്ങളുടെ അവരുടെ പിന്നിലത്തെ സ്ഥിതി, അന്ത്യസ്ഥിതി അതേക്കാൾ മഹത്താക്കി തീർക്കണമേ. Not just this, all my children, all my siblings, all my beloved ones should be better than the first one. Holy victorious, do not be elected, get out. ദുരാത്മാവേ, പോകുവാൻ മടിച്ചു നിൽക്കാതെ യേശുവിന്റെ നാമത്തിൽ
അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. എല്ലാവരും കൈയ്യടിച്ച് പാട്ട് പാടിയാട്ടെ. ശരീരത്തെ വിട്ടുകൊടുക്കാം. ഓ ദൈവത്തിന്റെ ഉള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ യേശു പറഞ്ഞ ഈ ദുഷ്ടതലമുറയല്ല, നാം ഒരു നീതിയുള്ള തലമുറ. Henceforth, we are no more the wicked generation. We are going to be a righteous നാം generation. ഒരു അശുദ്ധ തലമുറയല്ല, ഒരു വിശുദ്ധ തലമുറ. We are no more the unholy generation. Rather, we are a holy എന്റെ generation. ദൈവം എന്നെ എങ്ങനെ ആക്കിയെന്നും ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരെങ്ങനെ ആക്കിയെന്നും വിശ്വാസത്തോടെ കരമുയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.